സെബാസ്റ്റ്യ സാബു സെബാസ്റ്റ്യൻ മനസ്സിലായ? പിന്നെ ഹലോ സിനിമയിൽ ആക്ച്വലി അങ്ങനെ ഒരു ഒറ്റ സീനേ ഉള്ളു അതിനകത്ത്. പക്ഷെ മലയാളികൾ നെഞ്ചിലായിട്ട് ഇപ്പോഴും അത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ എത്ര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആ സിനിമ ആദ്യം ഞാൻ ഉപേക്ഷിച്ച സിനിമയാണ്. എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. അത് മറ്റൊന്നുമില്ല, ഒരു സീനിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോൾ വിളിക്കുമ്പം ഇങ്ങനെ പറഞ്ഞു, റാഫി മെക്കാട്ടൻ്റെ സിനിമയാണ്, ഒരു സീനിന്റെ ഗസ്റ്റ് അപ്പിയറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ സിനിമയിലെ തിരൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ എനിക്കത് കാരണം റാഫി മെക്കാട്ട് എന്ന് പറഞ്ഞ സിദ്ദിഖ് ലാലിൻ്റെ കൂടെ ആദ്യം വർക്ക്, ഞാൻ ഹരിഹർനാർ വർക്ക് ചെയ്താണ് ആദ്യം. ഞാൻ ആലോചിച്ചു, അവരെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളെ അറിഞ്ഞിട്ടും എന്തിനും ഇങ്ങനെ ഒരു സീൻ അതിനെ വിളിച്ചു എന്നുള്ള ഒരു വിഷമം ദേഷ്യമൊക്കെ എനിക്ക് വാസ്തവത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ലാതെ പറഞ്ഞാണ്. അതിനൊന്ന് പോയി ഒന്നാമത് അങ്ങനെ ചെയ്ത ഒരു പടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് അഭിനയിച്ചപ്പോൾ കാശും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സീൻ അഭിനയിച്ചാൽ കിട്ടുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ, അതൊന്നും പ്രയോജനമില്ല. പിന്നെ എന്തിനാ പോകുന്നത് ഞാൻ വിചാരിച്ചു. അങ്ങനെ രണ്ടാമതും എന്നെ വിളിച്ചു. അല്ല അത് പിന്നെ ചേട്ടൻ തന്നെ അത് കിടന്ന് അവരിങ്ങനെ പറയുകയാണ്. ഞാൻ പറഞ്ഞു ഇതാണ് കാര്യം, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ റാഫിനെ വിളിച്ചു. അങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതാണ് റാഫി, ഇതാണ് കാര്യം, എനിക്ക് അതിനകത്തൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒരു സീനല്ലേ ഉള്ള, എന്തിനാ വന്ന് ചെയ്യുന്നത്. അപ്പോൾ റാഫി പറഞ്ഞു അത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ, പടം തിയേറ്ററിൽ വരുമ്പം അത് എനിക്ക് അശോകന് മനസ്സിലാവും, അത് അശോകൻ തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ എഴുതിയപ്പോൾ തന്നെ വിചാരിച്ചു എന്നവർ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, അവരങ്ങനെ താല്പര്യമായിട്ട് നമ്മളെ ഫേവർ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നെഗ്ലക്റ്റ് ചെയ്യുന്നത് മര്യാദയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവിടെ നമുക്ക് ചിലടത്ത് നമ്മൾ ചില മനുഷ്യത്വങ്ങളും മര്യാദ കാണിക്കേണ്ടതുണ്ടല്ലോ. പിന്നെ എന്തായാലും അവർ സൂപ്പർ ഹിറ്റ് ഡയറക്ടേഴ്സാണ് അവർ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടി പോയി. അപ്പോഴും അവർ വളരെ ടാലൻ്റ് ഉള്ള രണ്ട് ആൾക്കാരാണ് അവർ. ശരി എന്നാവട്ടെ അങ്ങനെ ചെയ്ത. പക്ഷെ ആ പടം ചെയ്തപ്പോഴും അവർ വളരെ കംഫർട്ടബിളായിട്ട് ഡയറക്ടേഴ്സാണ് അവർ. റാഫി മെക്കാട്ട് വർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് അവരുടെ. പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞപ്പം അതിൻ്റെയൊക്കെ ഒരു 4 മടങ്ങായിട്ടങ്ങ് പോയി ആ ക്യാരക്ടർ, ആ സീനും ഒക്കെ. പിന്നെ ഓഫ് കോഴ്സ് മോഹൻലാലുമായിട്ടുള്ള സീനല്ലേ.